ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ 12ാമത്തെ ക്ലാസ്സാണ്. 12ാമത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ സംഖ്യാരേഖ അല്ലെങ്കിൽ നമ്മൾ നമ്പർ ലൈൻ എന്ന് പറയും. എന്താണ് നമ്പർ ലൈൻ? നമ്പർ ലൈൻ ഇപ്പം നമ്പർ ലൈൻ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം നമ്മൾ ആ നമ്പർ ലൈനിൽ എവിടെയെങ്കിലും നമ്മളൊരു പോയിന്റ് മാർക്ക് ചെയ്തിട്ട് അതിന് നമ്മൾ 0 കൊടുക്കുന്നു. വലത്തോട്ട് നമ്മൾ തുല്യമായിട്ട് അതിനെ ഡിവൈഡ് ചെയ്യുന്നു. അതുപോലെ ഇടത്തോട്ട് നമ്മൾ തുല്യമായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇവിടുന്ന് 1, 2, 3, 4, 5, -1, -2, -3, -4. അവിടെ നോക്കാം. അവിടെ 5, 6, 7. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ആ സംഖ്യയുടെ വില കുറഞ്ഞു കിട്ടും. അപ്പോൾ 5 1 കുറച്ചാൽ 4, 3, 2, 1, 0. 0 ൽ നിന്ന് കുറച്ചാൽ -1, -1 നിന്ന് 1 കുറച്ചാൽ -2, -1 നിന്ന് 1 കുറച്ച് കഴിയുമ്പോൾ -3, -1 നിന്ന് 1 കുറയ്ക്കുമ്പോൾ -4. ഇങ്ങനെ കുറഞ്ഞു പോകും. അപ്പോൾ സംഖ്യാരേഖയിൽ നമ്മൾ ഇവിടെ നിന്ന് ഇടത്തോട്ട് വരുമ്പോഴത്തേക്ക് സംഖ്യയുടെ വാല്യൂവിൻ്റെ വില കുറയുന്നു. ഇവിടെ നിന്ന് വലത്തോട്ട് പോകുമ്പോൾ കൂടിപ്പോകും. -4 1 കൂട്ടുമ്പോൾ 3, 3 1 കൂട്ടുമ്പോൾ -2, -2 1 കൂട്ടുമ്പോൾ -1, -1 1 കൂട്ടുമ്പോൾ 0, 1, 2, 3, 4, 5. ഇതാണ് നമ്മുടെ സംഖ്യാരേഖ. അപ്പം ഇതിനകത്ത് നമ്മൾ പോസിറ്റീവ് ഇൻറ്റിജർ, നെഗറ്റീവ് ഇൻറ്റിജർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 0. അപ്പോൾ ഈ സംഖ്യാരേഖയിൽ തന്നെ നമ്മൾ പറയുന്നത് ഇൻറ്റിജേഴ്സ് എന്ന് പറയും. ഇൻറ്റിജേഴ്സ്. അപ്പോൾ ഇൻറ്റിജേഴ്സ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ പോസിറ്റീവ് സംഖ്യകളും നെഗറ്റീവ് സംഖ്യകളും 0 ചേർന്നാണ് ഇൻറ്റിജേഴ്സ്. അപ്പോൾ ഇതിൽ നമ്മൾ 2 സംഖ്യ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നോക്കാം. ഇവിടെ -2 ഞാൻ എടുത്തു, -2. ഇവിടെ നമ്മൾ ഒരു 2 എടുത്തു, +2. അപ്പോൾ ഈ -2 ഈ +2 ഇതെല്ലാം നമ്മൾ പോസിറ്റീവ് ആണ്. അപ്പോൾ നമ്മൾ ഈ 2 സംഖ്യകൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ -2ന്റെ വില +2ന്റെയും വില. അപ്പോൾ ഇവിടെ -2 ആണോ വലുത്, +2 ആണോ വലുത്? നമുക്കറിയാം സംഖ്യാരേഖയിൽ ഇടത്തു നിന്ന് വലത്തോട്ട് പോകും തോറും, അതായത് നെഗറ്റീവ് സംഖ്യയും പോസിറ്റീവ് സംഖ്യയും കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അങ്ങോട്ട് പോകുമ്പോൾ സംഖ്യയുടെ വില കൂടുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ -2 +2 നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും വലുതെന്ന് പറയുന്നത് +2 ആണ്. ഇപ്പം -2 ചെറുതും +2 വരും. അതിൽ ഇവിടെ നമുക്ക് 2 സംഖ്യ എടുക്കാം. 4 +4ഉം +5. അപ്പോൾ ഈ 2 സംഖ്യകൾ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വലുത് ഏതാണ്? +5. എന്നാൽ ഇവിടെ 2 നമുക്ക് സംഖ്യ നോക്കാം. -4 എടുത്ത് നമുക്ക് -1 എടുത്ത് നമുക്കറിയാം സംഖ്യാരേഖയിൽ 0 കഴിഞ്ഞ് തൊട്ടടുത്ത് വരുന്ന സംഖ്യ -1, അത് കഴിഞ്ഞ് -2, അങ്ങനെ വരുമ്പോൾ ഇതിനോട് കുറഞ്ഞാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ -4 -1 നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇവിടെ -4 ചെറുതും -1 വലുതുമാണ്. അപ്പം വലിയ സംഖ്യയും ചെറിയ സംഖ്യയും മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ സംഖ്യാരേഖയിൽ സംഖ്യയുടെ 0ന്റെ ഇടത്തുള്ള സംഖ്യകളും 0ന്റെ വലത്തുള്ള സംഖ്യകളും, അത് 0ന്റെ ഈ സൈഡ് കാണുന്നതെല്ലാം പോസിറ്റീവ് സംഖ്യകൾ, ഇത് നെഗറ്റീവ് സംഖ്യകൾ. അപ്പോൾ സംഖ്യാരേഖയിലെ സംഖ്യ എന്ന് പറഞ്ഞാൽ +0, 0, നെഗറ്റീവ് സംഖ്യകൾ. അപ്പം 2 നെഗറ്റീവ് സംഖ്യകൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ വലുതേത് ചെറുതേത് കണ്ടുപിടിക്കാൻ നോക്കാം. ഇവിടെ നോക്കെ -5, -5, -6. അപ്പോൾ നമുക്ക് തോന്നും 6 കാണുമ്പോൾ വലുതായിട്ട് തോന്നും, അപ്പോൾ 5 കാണുമ്പോൾ ചെറുതായിട്ട് തോന്നും. അങ്ങനെയല്ല. 2 സംഖ്യയിലെയും ചിഹ്നങ്ങൾ മൈനസ് ആണെന്നുണ്ടെങ്കിൽ അതിൽ വലിയ സംഖ്യ എന്ന് പറയുന്നതാണ് ചെറുത്. അപ്പോൾ നമുക്കറിയാം -4, -5, -6. അങ്ങോട്ട് പോകുമ്പോൾ അതിൻ്റെ വില എന്ത് ചെയ്യുന്നു? കുറഞ്ഞു പോകുന്നു. അപ്പോൾ നമുക്കിവിടെ ഏറ്റവും വലുതേതാണ്? -5 ആണ്. അപ്പോൾ -4, -1. ഇപ്പം -4നേക്കാൾ വലുതാണ് -1. അതേപോലെ -6നേക്കാൾ വലുതാണ് -5.
പോസിറ്റീവ് സംഖ്യകൾ നമുക്കറിയാം, രണ്ട് പോസിറ്റീവ് സംഖ്യകൾ ഉണ്ടാൽ വലുതേതാ ചെറുതേതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് ഇന്ന് ക്ലാസ്സിൽ മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്തൊരു ഭാഗത്തേക്ക് പോകാം. പോസിറ്റീവ് 5. ഈ പോസിറ്റീവ് 5 എന്ന് പറയുമ്പോൾ സംഖ്യയുടെ തൊട്ട് മുമ്പിലൊരു ചിഹ്നം കാണിച്ചിട്ടുണ്ട്, അതിനെ നമ്മൾ പോസിറ്റീവ് എന്ന് പറയും. അതുപോലെ നെഗറ്റീവ് 4, സംഖ്യയുടെ ആ തൊട്ട് മുന്നിലായിട്ട് ഒരു ചെറിയ സംഖ്യ ഒരു ചിഹ്നം കാണിച്ചിട്ടുണ്ട്, അത് നെഗറ്റീവ് 4. അപ്പോൾ പോസിറ്റീവ് 5ഉം നെഗറ്റീവ് 4ഉം, ഈ പോസിറ്റീവ് 5ന്റെ യഥാർത്ഥ വില, കേവല വില എന്ന് പറയുന്നത് നമ്മളത് ഇങ്ങനെയാണ് എഴുതുന്നത്. പോസിറ്റീവ് 5ന്റെ കേവല വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5, ആ ചിഹ്നം മാറ്റി എഴുതണം. അപ്പോൾ ആ സംഖ്യയുടെ യഥാർത്ഥ മൂല്യത്തിനാണ് 5. അതുപോലെ നെഗറ്റീവ് 4ന്റെ കേവല വില എന്ന് പറഞ്ഞാൽ ആ ചിഹ്നം ഒഴിവാക്കിയിട്ട് നമ്മൾ 4. അപ്പോൾ നെഗറ്റീവ് 4ന്റെ യഥാർത്ഥ വില, കേവല വില എന്ന് പറയുന്നത് 4. അപ്പോൾ ഇത് നമ്മൾ കേവല വില പോസിറ്റീവ് 5 സമം 5, കേവല വില നെഗറ്റീവ് 4 സമം 4 എന്ന് നമ്മൾ പറയും. അങ്ങനെ വരുമ്പോൾ നമ്മളിവിടെ രണ്ട് സംഖ്യകളെ, വിപരീത ചിഹ്നങ്ങളുള്ള രണ്ട് സംഖ്യകൾ നമ്മളൊന്ന് കൂട്ടാൻ നോക്കാം. അപ്പോൾ രണ്ട് സംഖ്യകളുടെ ചിഹ്നങ്ങൾ പോസിറ്റീവ് ആണ് എന്ന് വിചാരിക്കുക. ഒരു പോസിറ്റീവും കൂടെ കൂട്ടുമ്പോൾ ചിഹ്നം എപ്പോഴും തന്നെ ആയിരിക്കും പോസിറ്റീവ് തന്നെ ആയിരിക്കും. ഇനി ഒരു നെഗറ്റീവും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എപ്പോഴും ചിഹ്നം തന്നെ ആയിരിക്കും ഒരു നെഗറ്റീവ് തന്നെ ആയിരിക്കും. രണ്ട് പോസിറ്റീവ് സംഖ്യകൾ തമ്മിൽ കൂട്ടിയാൽ കൂട്ടിക്കിട്ടുന്ന ഉത്തരത്തിന്റെ ചിഹ്നം പോസിറ്റീവ് തന്നെ ആയിരിക്കും. രണ്ട് നെഗറ്റീവ് സംഖ്യകൾ തമ്മിൽ കൂട്ടിയാൽ കൂട്ടിക്കിട്ടുന്ന ഉത്തരത്തിന്റെ ചിഹ്നം എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. അങ്ങനെയെങ്കിൽ ഒരു പോസിറ്റീവ് സംഖ്യയും ഒരു നെഗറ്റീവ് സംഖ്യയും തമ്മിൽ കൂട്ടിയാൽ ചിഹ്നം എന്തായിരിക്കും? അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് രണ്ട് പോസിറ്റീവ് സംഖ്യകൾ തമ്മിൽ കൂട്ടിയാൽ ഉത്തരം എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് സംഖ്യ ആയിരിക്കും. രണ്ട് നെഗറ്റീവ് സംഖ്യകൾ തമ്മിൽ കൂട്ടിയാൽ ഉത്തരം ഒരു നെഗറ്റീവ് സംഖ്യ ആയിരിക്കും. എന്നാൽ ഒരു പോസിറ്റീവ് സംഖ്യയും ഒരു നെഗറ്റീവ് സംഖ്യയും, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് സംഖ്യയും ഒരു പോസിറ്റീവ് സംഖ്യയും തമ്മിൽ കൂട്ടിയാൽ അതിൻ്റെ ചിഹ്നം എന്തായിരിക്കും? അതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. നോക്കാം. പോസിറ്റീവ് 5 അധികം പോസിറ്റീവ് 2 സമം 5ഉം 2ഉം 7. ചിഹ്നം എന്താണ്? പോസിറ്റീവ്. ഇവിടെ തന്നെ നോക്കാം. നെഗറ്റീവ് 5 അധികം നെഗറ്റീവ് 2 സമം, രണ്ടിൻ്റെയും ചിഹ്നം ഒന്ന് തന്നെയാണെന്ന് നോക്കുക. 5ഉം 2ഉം കൂട്ടുക, 5ഉം 2ഉം എത്രയാണ്? 7 വരും. രണ്ടിൻ്റെയും ചിഹ്നം എന്താണ്? നെഗറ്റീവ് 7. അങ്ങനെയെങ്കിൽ ഒരു പോസിറ്റീവ് 5ഉം ഒരു നെഗറ്റീവ് 2ഉം കൂടെ കൂട്ടുകയാണ്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ചിഹ്നത്തിൻ്റെ സംശയം. പോസിറ്റീവ് അധികം നെഗറ്റീവ് സമം പോസിറ്റീവ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ പോസിറ്റീവ് 5 നെഗറ്റീവ് 2 തുക കാണാൻ പറഞ്ഞില്ല, കൂട്ടാൻ പറഞ്ഞിരിക്കുക. അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും ഉത്തരം? അതിൻ്റെ ചിഹ്നം എന്തായിരിക്കും? അപ്പോൾ നോക്കാം. ഇവിടെ 5ന്റെ ചിഹ്നം പോസിറ്റീവ്, 2ന്റെ നെഗറ്റീവ്. അപ്പോൾ ഇത് വിപരീത ചിഹ്നങ്ങളാണ്. അപ്പോൾ വിപരീത ചിഹ്നങ്ങളായതുകൊണ്ട്, അല്ലെ ഡിഫറൻറ്റ് സൈൻ ആയതുകൊണ്ട് ഡിഫറൻസ് കാണണം. വിപരീത ചിഹ്നങ്ങളായത് വ്യത്യാസം കാണണം, സംഖ്യകളുടെ വ്യത്യാസം. അപ്പം 5ന്റെ ചിഹ്നം പോസിറ്റീവ്, 2ന്റെ ചിഹ്നം നെഗറ്റീവ്. അങ്ങനെയാണെങ്കിൽ രണ്ടിൻ്റെയും ചിഹ്നങ്ങൾ എന്താണ്? വ്യത്യസ്തങ്ങളാണ്. വ്യത്യസ്തങ്ങളായതുകൊണ്ട് സംഖ്യകളുടെ എന്ത് ചെയ്യണം? വ്യത്യാസം കണ്ടുപിടിക്കണം. അപ്പോൾ വ്യത്യാസം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ 5 മൈനസ് 2 സമത്തിലിട്ടും 3. ആ 3 നമ്മളിവിടെ എഴുതി. ഇനിയാണ് പ്രശ്നം, എന്താണ് ചിഹ്നം? ഇങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ചിഹ്നങ്ങൾ ഒഴിവാക്കിക്കൊണ്ട്, ഇപ്പോൾ പോസിറ്റീവ് 5 നെഗറ്റീവ് 2, അപ്പോൾ ഈ ചിഹ്നങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ 5ന്ന് 2 പോയിട്ട് 3 കിട്ടും. അങ്ങനെ വരുമ്പോൾ ഇതിലെ ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത്, ചിഹ്നങ്ങൾ ഒഴിവാക്കി നോക്കിയാൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? 5 ആണ്. ആ ഏറ്റവും വലിയ സംഖ്യയുടെ ചിഹ്നം എന്താണെന്ന് നോക്കുക.
പോസിറ്റീവ്, ആ ചിഹ്നം നമ്മൾ കൊടുക്കുക. അപ്പോൾ പോസിറ്റീവ് 5ന്റെ കൂടെ ഒരു നെഗറ്റീവ് 2 കൂട്ടുമ്പോൾ പോസിറ്റീവ് 3 കിട്ടും. അപ്പം വിപരീത ചിഹ്നങ്ങളാണ് കൂട്ടുന്നത്. അപ്പോഴാണ് വിപരീത ചിഹ്നങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ അതിൻ്റെ വ്യത്യാസം കണ്ടിട്ട് വലിയ സംഖ്യയുടെ ചിഹ്നം കൊടുക്കണം. ഇവിടെ വലിയ സംഖ്യ 5ആണ്, 5ന്റെ ചിഹ്നം എന്താണ്? പോസിറ്റീവ് ആണ്. അത് കൊടുക്കും. നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം. -9 അധികം +4. -9 അധികം +4. ബ്രാക്കറ്റ് നമുക്ക് കൊടുക്കാം. -9 അധികം +4. അപ്പോൾ ഇവിടെ നോക്കാം, രണ്ട് സംഖ്യകളുടെയും ചിഹ്നങ്ങൾ വ്യത്യസ്തങ്ങളാണ്. ഇപ്പോൾ ഡിഫറൻറ്റ് സൈൻ ആയതുകൊണ്ട് നമ്മൾ ഡിഫറൻസ് കാണും. അപ്പോൾ വ്യത്യസ്ത ചിഹ്നങ്ങളായതുകൊണ്ട് വ്യത്യാസം കാണുന്നു. അപ്പോൾ 9ന്റെയും 4ന്റെയും വ്യത്യാസം എത്രയാണ്? 9 - 4 = 5. അപ്പം 5. ഇതിലെ വലിയ സംഖ്യ ഏതാണ്? ഇപ്പോൾ നോക്കാം, നമ്മൾ പഠിച്ചു ഒരു നെഗറ്റീവ് സംഖ്യയും ഒരു പോസിറ്റീവ് സംഖ്യയും കൂടെ നമ്മൾ കൺസിഡർ ചെയ്താൽ ഇതിൽ വലുത് ഇതാണ് നമ്മൾ പറയുന്നത്. -9 പോസിറ്റീവ് എന്നുള്ള കൂട്ടിയാൽ വലിയ സംഖ്യ ഏതാണ്? പോസിറ്റീവ് 4. എന്നാൽ നമ്മൾ ഇവിടെ കണക്ക് ചെയ്യുമ്പോൾ ഈ സംഖ്യകളുടെ ചിഹ്നം ഒഴിവാക്കിയിട്ട് വലിയ സംഖ്യ ഏതാണെന്ന് നോക്കാം. ഇപ്പം -9 +4 ആണെങ്കിൽ രണ്ട് സംഖ്യയിലെ ചിഹ്നങ്ങൾ നമ്മൾ കളയുക. അങ്ങനെ കളയുമ്പോൾ സംഖ്യകൾ ഏതൊക്കെ വരും? 9, 4. അപ്പോൾ 9, 4 ആണെങ്കിൽ അതിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? 9 ആണ്. ആ 9ന്റെ ചിഹ്നം എന്താണെന്ന് നമ്മൾ നോക്കുക. മൈനസ്. അപ്പോൾ ആ മൈനസ് കൊടുക്കുക. അപ്പോൾ -5. ഈ കണക്ക് എല്ലാ പിള്ളേർക്കും കണക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ പഠിക്കുന്ന സമയത്ത് അത് നമ്മൾ കറക്റ്റായിട്ട് പഠിക്കും. പക്ഷേ നമ്മൾ ചില കണക്കിലേക്ക് വരുമ്പോൾ അവിടെ ഈ പറയുന്ന പോലെ സംഖ്യകളുടെ തുക കാണുന്നിടത്തും വ്യത്യാസം കാണുന്നിടത്തും നമുക്കവിടെ സംശയം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കി ഇരിക്കുക. അടുത്തൊരു ഉദാഹരണം കൂടെ പറയാം. -10 അധികം 25 പോസിറ്റീവ് 25. അപ്പോൾ 10ന്റെ നെഗറ്റീവ്, 25ന്റെ പോസിറ്റീവ്. അപ്പോൾ രണ്ടിൻ്റെയും ചിഹ്നങ്ങൾ വ്യത്യസ്തങ്ങളാണ്, ഡിഫറൻറ്റ് സൈനാണ്. അപ്പോൾ ഡിഫറൻറ്റ് സൈൻ ആണെങ്കിൽ ഡിഫറൻസ് കാണും, അതായത് വ്യത്യസ്ത ചിഹ്നങ്ങളാണെങ്കിൽ വ്യത്യാസം കാണും. അപ്പോൾ 25ന്റെയും 10ന്റെയും വ്യത്യാസം, 25ന്റെയും 10ന്റെയും വ്യത്യാസം നമുക്കറിയാം എത്ര വരും? 15. 15, 10, 25. അപ്പം വ്യത്യാസം എന്ന് പറയുന്നത് 15 ആണ്. ഇനി ചിഹ്നം ഏതാണെന്നുള്ളതാണ്. അപ്പം ചിഹ്നം നോക്കണമെങ്കിൽ നമ്മൾ ഈ ചിഹ്നം ഒഴിവാക്കുക. മൈനസും ഇല്ല, അത് നമ്മൾ കളഞ്ഞു. പോസിറ്റീവ് കളഞ്ഞു. അപ്പം മൈനസും ഇല്ല, പോസിറ്റീവ് ഇല്ല. അപ്പം സംഖ്യകൾ ഏതൊക്കെയാണ്? 10, 25. അപ്പം 10, 25 കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത് 25 ആണ്. അപ്പോൾ 25ന്റെ ചിഹ്നം എന്താണ്? പോസിറ്റീവ് ആണ്. അത് നമ്മൾ പോസിറ്റീവ് 15. അപ്പോൾ നമുക്ക് നെഗറ്റീവ് ഇടാൻ നമുക്ക് വേറെ കണക്കൂടെ നോക്കാം. ഇതേ സംഖ്യ നോക്കാം. നമുക്ക് ഇവിടെ -40 അധികം +30. അപ്പം 40ന്റെ തന്നെ നെഗറ്റീവ്, 30ന്റെ തന്നെ പോസിറ്റീവ്. അങ്ങനെയാണെങ്കിൽ രണ്ട് സംഖ്യകളുടെ ചിഹ്നങ്ങൾ വ്യത്യാസങ്ങളായതുകൊണ്ട് വ്യത്യാസം കാണണം. വ്യത്യസ്ത ചിഹ്നങ്ങളായതുകൊണ്ട് വ്യത്യാസം കാണണം. അപ്പോൾ 40 30 പോയാൽ 10. ഇവിടെ സംഖ്യയുടെ ചിഹ്നങ്ങൾ ഒഴിവാക്കിയാൽ വലിയ സംഖ്യ ഏതാണ്? 40. നെഗറ്റീവ് 40 പോസിറ്റീവ് 30 നോക്കി കഴിഞ്ഞാൽ ഏറ്റവും വലിയ സംഖ്യ 30 ആണ്. ചിഹ്നങ്ങൾ ഒഴിവാക്കി നോക്കിയാൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? 40 ആണ്. അപ്പോൾ ആ 40ന്റെ ചിഹ്നം എന്താണ്? നെഗറ്റീവ്. ആ നെഗറ്റീവ് നമ്മൾ അപ്ലൈ ചെയ്യും. അപ്പം സംഖ്യാരേഖയിൽ ചിഹ്നങ്ങളുടെ ഒരു കണക്കാണ് നമ്മളിപ്പോൾ ചെയ്തത്. വരും കാലങ്ങളിൽ നമുക്ക് തുടർന്ന് ആ ചിഹ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ പറ്റും. ഇപ്പം ഏകദേശം നിങ്ങൾക്ക് ചിഹ്നങ്ങൾ തമ്മിൽ കൂട്ടുന്നത് മനസ്സിലാക്കി കാണും എന്ന് വിചാരിക്കുന്നു. ആ സംശയങ്ങളുണ്ടെങ്കിൽ നമ്മളെ അറിയിക്കാൻ മടിക്കരുത്. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെടുക കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.